ഹലോ ഫ്രണ്ട്സ്, MS Excel's 20ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ActiveX കൺട്രോളിൻ്റെ ഒരു കോമ്പോണൻ്റ് ആയ ടെക്സ്റ്റ് ബോക്സിനെ കുറിച്ചാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചില കോമ്പോണൻസ് പഠിച്ചു അല്ലേ? കമാൻഡ് ബട്ടൺ, ലിസ്റ്റ് ബോക്സ്, ഓപ്ഷൻ ബട്ടൺ, ചില കോമ്പോണൻസ് എല്ലാം പഠിച്ചു അല്ലേ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പോണൻ്റ് ആണ് ടെക്സ്റ്റ് ബോക്സ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സിന് യൂസറിൽ നിന്നും വാല്യൂസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്തിട്ടുള്ളൊരു ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഇതെങ്ങനെ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് യൂസറിന് വാല്യൂസ് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ ID നമ്പർ 2 എന്ന് അടിക്കുന്നു. അപ്പോൾ 2ൻ്റെ ഒരു വാല്യൂ വന്നിട്ടുണ്ടോ? ID നമ്പർ 2ലുള്ള ആളെ വാല്യൂ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പേര്, 6, ലൊക്കേഷൻ, മാറ്റ് സെറ്റ്, ഇങ്ങനെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഓരോ ID നമ്പർ അടിക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ യൂസേജ് എങ്ങനെയാണ്, ഇതെങ്ങനെ ഈ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് നമുക്ക് നോക്കണം അല്ലേ? ഈ ഒരു ടെക്സ്റ്റ് ബോക്സും ഒരു ഡാറ്റയും തമ്മിൽ, അതായത് ഇവിടെ ഒരു പർട്ടിക്കുലർ ഷീറ്റ് മാത്രമല്ല, ഈ ഒരു 2 ഷീറ്റ് ആയിട്ട് കാണുന്നുണ്ടോ? ഒന്ന് ഒരു സെർച്ചിൻ്റെയും ഒന്ന് ഡാറ്റേൻ്റെയും അല്ലേ? 2 ഷീറ്റായിട്ട് കാണുന്നത് സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിളിൽ നിന്നാണ് ഡാറ്റ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ഈ ഒരു കണക്ഷൻ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോയിൽ നിന്ന്. പിന്നെ അതുമാത്രമല്ല, ഇവിടെ ഒരു പ്രിൻറ്റിൻ്റെ ബട്ടൺ കൊണ്ട് കാണുന്നുണ്ട്. അപ്പോൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ പറയുമ്പോൾ ഈ ഒരു കറസ്പോണ്ടിങ് സ്പേസ് മാത്രമായിട്ട് പ്രിൻറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൻ്റെ കോമ്പോണൻറ്റ് കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ഒന്ന് ടെക്സ്റ്റ് ബോക്സിനെ കുറിച്ചും പിന്നെ പ്രിൻറ്റ് ബട്ടൺ. അതായത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കാര്യം മാത്രം പ്രിൻറ്റ് ചെയ്യാം. അല്ല PDF ആയിട്ടെങ്കിൽ നിങ്ങൾക്ക് PDF ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും ഈ പ്രിൻറ്റ് ബട്ടൺ കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത എക്സലിൻ്റെ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഒരു ഡാറ്റ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഡാറ്റ. ഈ ഒരു ഡാറ്റേൻ്റെ മേലെയാണ് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആദ്യം ഫയലിൽ പോയിട്ട് ജസ്റ്റ് മോർ ഓപ്ഷൻസ്, അതായത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് പറയുന്നത്. ഓപ്ഷൻസ് പോയിട്ട് നമ്മൾ ആദ്യം ട്രസ്റ്റ് സെൻറ്ററിൽ പോവുക. എന്നിട്ട് ഈ മാക്രോ എനാബിൾ സെറ്റിംഗ്സ് ഒന്ന് ഓൺ ആക്കണം കേട്ടോ. മാക്രോ സെറ്റിംഗ്സ് പോയിട്ട് എനാബിൾ VBA മാക്രോസ് കൊടുക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം വർക്ക് ആവും. അതുകൊണ്ട് എനാബിൾ VBA മാക്രോസ് കൊടുക്കണം. ബൈ ഡീഫോൾട്ട് ചിലപ്പോൾ അത് ഡിസേബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ എനാബിൾ ചെയ്ത് വെക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക അല്ലേ? ഓക്കെ, അതിനുശേഷം കസ്റ്റമൈസ് റിബണിൽ പോവുക. അതുപോലെ തന്നെ ഡെവലപ്പർ ടാബ്, ബൈ ഡീഫോൾട്ട് ഡെവലപ്പർ ടാബ് അവിടെ വരണമെന്നില്ല. അപ്പോൾ ഡെവലപ്പർ ടാബ് എനാബിൾ ചെയ്ത് വെക്കാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ടിക്കറ്റ് വെക്കണം, എന്നിട്ട് ഓക്കെ കൊടുക്കണം. എന്നാലും മാത്രമേ ഇവിടെ ഡെവലപ്പർ ടാബ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ ഡെവലപ്പർ ടാബിൽ നമുക്ക് വേണ്ട ഓപ്ഷൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡാറ്റ ഇനി നെക്സ്റ്റ് പറയുന്ന കാര്യം പറയുന്നത് ജസ്റ്റ് ഫയലിൽ പോയിട്ട് നമ്മളൊന്ന് സേവ് ആസ് കൊടുത്തിട്ട് നമ്മുടെ മാക്രോ എനാബിൾഡ് ആയിട്ട് തന്നെ ഈ ഒരു വർക്ക് ബുക്ക് സേവ് ആക്കുക. ഓക്കെ, അത് ഈ ഒരു സ്ഥലത്ത് പോയിട്ട് ഇവിടെ കണ്ടോ മാക്രോ എനാബിൾഡ് വർക്ക് ബുക്ക് എന്നുണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സേവ് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എങ്ങനെ വരുന്നത്. ഓക്കെ, മാക്രോ എനാബിൾഡ് ആയിട്ടുള്ള സേവ് ചെയ്യാം. ഓക്കെ, എന്നാലും മാത്രമേ നമ്മളെ ടെക്സ്റ്റ് ബോക്സും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യും. ഓക്കെ, മാക്രോ എനാബിൾഡ് വർക്ക് ബുക്ക് ആയിട്ട് തന്നെ അത് സേവ് ചെയ്ത് നോക്കും. ശരി, അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രധാനപ്പെട്ട 2 സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് നമ്മളൊന്ന് ആക്കുന്നു. ഓക്കെ, കാരണം നമുക്ക് ടേബിളിന് പേര് കൊടുക്കണം, ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ടേബിൾ ഫോർമാറ്റിലാക്കുമ്പോൾ തന്നെ ഫോർമാറ്റ് ആസ് ടേബിൾ കൊടുക്കുമ്പോൾ തന്നെ അതിനൊരു പേര് വരും. ഞാൻ ഈ ഒരു ടേബിൾ ആദ്യം സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഫോർമാറ്റ് ആസ് ടേബിൾ കൊടുത്തിട്ട് ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫോർമാറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഓക്കെ കൊടുക്കും. ഓക്കെ, അപ്പം ഇത് ഓൾറെഡി ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് വന്നിട്ടുണ്ടാവും. നമുക്കത് മനസ്സിലാക്കേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഫോർമുല ടാബിലേക്ക് പോയാൽ ഇവിടെ നെയിം മാനേജർ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഓൾറെഡി കണ്ടോ ടേബിൾ 1 എന്ന് കാണിക്കുന്നത്. അതായത് ഈ ഒരു ടേബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പേരാണ് ടേബിൾ 1. അത് നമ്മൾ ഫോർമാറ്റ് ആസ് ടേബിൾ കൊടുക്കുമ്പോൾ തന്നെ അത് ടേബിളിൻ്റെ പേര് അവിടെ വന്ന് കഴിയും. ഓക്കെ, നമുക്ക് ഇനി വേറെ എവിടെയെങ്കിലും പോയിട്ട് ഈ ഡാറ്റ ആക്സസ് ചെയ്യും ടേബിൾ എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി ജസ്റ്റ് ടേബിളിൻ്റെ ഫോർമാറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഡാറ്റ സെലക്ഷനും അത് ഒരു ടേബിളിൻ്റെ ഫോർമാറ്റിൽ വെച്ചാൽ ഡാറ്റ സെലക്ഷനും എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന സെർച്ച് ഏരിയയിലാണ്. അതായത് ഇപ്പം 2 ടാബാണുള്ളത് അല്ലേ? ഓക്കെ, 2 ഷീറ്റാണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഷീറ്റ് സെർച്ചും രണ്ടാമത്തെ ഷീറ്റിൽ ഡാറ്റയും. അത് രണ്ടാമത്തെ ഷീറ്റിൽ നമ്മൾ ഈ ഡാറ്റ ഉള്ളത്. സെർച്ചിലാണ് നമ്മൾ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ഡെവലപ്പർ ടാബിലേക്ക് വന്നു. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ് ബോക്സ് ആണ്. ആദ്യം ഡെവലപ്പർ ടാബിലേക്ക് വന്നു. എന്നിട്ട് ഇൻസേർട്ട് പോയിട്ട് ഇവിടെ ActiveX കൺട്രോൾ ഉണ്ടോ, അതിൻ്റെ സൈഡിലോട്ടായിട്ട് ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബോക്സിന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രോ ചെയ്യുക. ഒരു പ്ലസ് സൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലസ് സൈൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു വിസിബിൾ ആവുന്നില്ല, കാരണം ഇതൊരു ഫുൾ വൈറ്റിഷ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറ്റി കൊടുക്കും. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കാം, എന്നാലേ നമ്മുടെ പെട്ടെന്ന് വിസിബിൾ ആവും. ഓക്കെ, അപ്പം കുറച്ചും കൂടി വിസിബിൾ ആയാലും. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബോക്സ്. ഇനി ടെക്സ്റ്റ് ബോക്സിന് കറസ്പോണ്ടിങ് ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ലാബിൽ വെച്ച് ടൈപ്പ് ചെയ്യാം. ഡെവലപ്പർ ടാബത്തിന് പോയിട്ട് ഇൻസേർട്ട് പോയിട്ട് ലാബിൽ ചെയ്യാം. ഇല്ലെങ്കിൽ സാധാരണ ടൈപ്പ് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്തത് പ്ലീസ് എൻ്റർ ID നമ്പർ. ഓക്കെ, അത് ID നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ID നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡാറ്റ വരണം എന്നാണ് കാണിക്കുന്നത്. ഓക്കെ,
ഇനി നെക്സ്റ്റ് ഒരു കമാൻഡ് ബട്ടൺ കൂടി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ പ്രിൻറ്റ് ബട്ടൻ്റെ കമാൻഡ് ബട്ടൺ. അപ്പോൾ അവിടെ തന്നെ പോയിട്ട് ഡെവലപ്പർ ടാബിൽ തന്നെ പോയിട്ട് ഇൻസേർട്ട് പോവുക. അതിൻ്റെ അകത്ത് ActiveX കൺട്രോൾസിൽ കമാൻഡ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമാൻഡ് ബട്ടൺ ഡ്രോ ചെയ്യാം. ഓക്കെ, അതിന് ശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുത്താൽ നമുക്കവിടെ കമാൻഡ് ബട്ടൻ്റെ പ്രോപ്പർട്ടീസ് കാണാം. അതിൻ്റെ അകത്ത് കമാൻഡ് ബട്ടൻ്റെ പേരുണ്ട്, കളറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ക്യാപ്ഷൻ നമുക്കൊന്ന് മാറ്റാം, അത് മാത്രമേ ഇപ്പോൾ നിലവിൽ മാറ്റുന്നുണ്ട്. ക്യാപ്ഷൻ മാറ്റിയിട്ട് ഞാൻ ജസ്റ്റ് പ്രിൻ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ കമാൻഡ് ബട്ടൺ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ട ഡാറ്റയാണ്, ഡാറ്റ വരണം അല്ലേ. ഡാറ്റേൻ്റെ അപ്പം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെഡിങ് എനിക്കൊന്ന് സെലക്ട് ചെയ്യണം. ID നമ്പർ, നെയിം, സെക്സ്, ലൊക്കേഷൻ, മാരിറ്റൽ സ്റ്റാറ്റസ്. ഓക്കെ, അത് കംപ്ലീറ്റ് അങ്ങ് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മളെ സ്റ്റൈലൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പൊസിഷനിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഡാറ്റേൻ്റെ സൈസിനും എല്ലാം കണക്കായിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്കൊന്ന് പൊസിഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡാറ്റ വരേണ്ടതല്ലേ. ഈ ഒരു സെക്ഷനിൽ വേണ്ടി നമ്മൾ ജസ്റ്റ് നാടെ ഒന്ന് വൈറ്റ് കൊടുക്കുന്നു. വരേണ്ട സെക്ഷനിൽ ഒരു വൈറ്റ് കളറും കൊടുത്തിട്ട് ജസ്റ്റ് കാര്യങ്ങൾ ഇടുന്നു. ഓക്കെ, കുറച്ചും കൂടി സൈസ് എല്ലാം കൂട്ടി. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുണ്ട്, ഡാറ്റയിലും കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുണ്ട് അല്ലേ. അതായത് നമുക്ക് സെർച്ച് ചെയ്ത് വരാനുള്ള ഏരിയയിലും കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഡാറ്റ വരേണ്ടത്. ഫസ്റ്റ് നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് അല്ലേ. അത് ഈ ഒരു ഡാറ്റ ഇതിൻ്റെ ഒരു ഡാറ്റ യൂസറുടെ എൻ്റർ ചെയ്യുമ്പോൾ ആ ഡാറ്റ ഇവിടെ വരണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഡാറ്റ ഇവിടത്തേക്ക് വരണം. ഓക്കെ, അങ്ങനെയല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് എടുക്കുക. ടെക്സ്റ്റ് ബോക്സിൻ്റെ കാര്യത്തിലേക്ക് പോകുക. അപ്പോൾ ടെക്സ്റ്റ് ബോക്സിൻ്റെ അവിടെ പോയിട്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം VBA ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ മുകളിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു VBAൻ്റെ കോഡിംഗ് ഷീറ്റ് ഓൾറെഡി വരും VBAൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രൈവറ്റ് സബ് ടെക്സ്റ്റ് ബോക്സ് 1_ ചേഞ്ച് എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല, ജസ്റ്റ് അതിൻ്റെ കോഡ് കാര്യങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഫാസ്റ്റായിട്ട് പോകും. ചെറിയ കോഡ് മാത്രം, വളരെ ചെറിയ കോഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സ് 1 എന്നാണ്. ഓക്കെ, ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് ടെക്സ്റ്റ് ബോക്സ് 1. ഓക്കെ, അത് നമ്മളൊന്ന് മനസ്സിലാക്കണം, അത് അവിടെ ഉണ്ടെന്ന്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഈ വാല്യൂ എവിടെയാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ എവിടെയാണ് വരേണ്ടത് എന്നുള്ള സ്പേസും കൂടി നമ്മൾ അറിയണമല്ലോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വരേണ്ടത് അല്ലേ. ഈ ഒരു ഏരിയൻ്റെ പേരെന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. E12. ഓക്കെ, E12 നമ്മൾ ഈ ഒരു അത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഈ ഒരു E12 എന്ന്. കാരണം എന്നാൽ ഈ ഒരു E12 ആണ് നമ്മൾ ഇനി അവിടെ ഈ കോഡിൽ അടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ജസ്റ്റ് നമ്മൾ കോഡ് ടൈപ്പ് ചെയ്യാം, കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം VL എന്നുള്ള രീതിയിൽ ഒരു പേര് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, കോഡിങ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം അറിയാം ഇത് ഈ ഒരു കാര്യങ്ങളെല്ലാം ഉണ്ടാവും. കാരണം വേറെ ഒരു കോഡിങ് ലാംഗ്വേജോ കാര്യങ്ങളിലോ അത്യാവശ്യം C പ്രോഗ്രാമിങ്ങോ അല്ല പ്രോഗ്രാമിങ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഈ ഒരു കോഡിങ് കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. കാരണം എല്ലാത്തിൻ്റെ ഒരു ഫോർമാറ്റിംഗ് കാര്യങ്ങളിൽ ഏതാണ്ട് സിമിലർ ടൈപ്പ് തന്നെ ആയിരിക്കും. ഓക്കെ, അതായത് ടെക്സ്റ്റ് ബോക്സ് അവരുടെ പേര് ഓൾറെഡി വന്നിട്ടുണ്ടോ. ടെക്സ്റ്റ് ബോക്സ് നമ്മൾ ഓൾറെഡി ഡ്രോ ചെയ്തുകൊണ്ട് മാത്രമാണ് ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് അവിടെ പെട്ടെന്ന് തന്നെ ടെക്സ്റ്റ് ബോക്സ് 1 എന്നുള്ള രീതിയിൽ പെട്ടെന്ന് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി ഈ ഒരു പേര് വെച്ചിട്ട് ഒരു കാര്യം ഡിഫൈൻ ചെയ്യുന്നു, സ്ട്രിങ് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഈ ഒരു പേരിലേക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ കൊടുക്കണം എന്നുള്ള രീതിയിലൂടെ കാണിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് എക്സ്പ്ലനേഷൻ പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു VL എന്നുള്ള പേരിലേക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ വന്നു അല്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഈ ഒരു VLൻ്റെ പേരെടുത്ത് ഈ ഒരു VLൻ്റെ വാല്യൂ നമുക്ക് എടുത്തേക്ക് കിട്ടണം. നമ്മൾ ആ ഒരു ഞാൻ പറഞ്ഞ ഈ സെൽ വാല്യൂയിലേക്ക് E12 എന്നുള്ള സെൽ വാല്യൂയിലേക്ക് വരണം അല്ലേ. അപ്പോൾ ജസ്റ്റ് E12 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒന്ന് സംഭവിക്കുന്ന പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം ഡിഫൈൻ ചെയ്തു, ഒരു പേര് ഡിഫൈൻ ചെയ്തു VL എന്ന്. അപ്പോൾ ആ VLലേക്ക് നമ്മൾ ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ കൊടുത്തു. അതിനുശേഷം ഈ ഒരു VLൻ്റെ വാല്യൂ E12 എന്നുള്ള സെൽ വാല്യൂയിലേക്ക് കൊടുത്തു. ഓക്കെ, അങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് നമ്മൾ സേവ് ചെയ്യുന്നു, ഈ ഒരു കാര്യം സേവ് ചെയ്യുന്നു. E12 നമുക്ക് പോകുന്നുണ്ടോ നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെയുള്ള വാല്യൂ താഴേക്ക് വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഡെവലപ്പർ ടാബിലേക്ക് ഒന്ന് ഈ ഡിസൈൻ മോഡ് ജസ്റ്റ് ഒന്ന് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ നിലവിൽ നമ്മൾ ഡിസൈൻ മോഡിൽ നേരത്തെ പറയാൻ പറ്റുമോ, നിലവിൽ നമ്മൾ അതുവരെ ഡിസൈൻ മോഡിലാണ് ഉണ്ടായത്. ഡിസൈൻ മോഡിലാണ് നമ്മൾ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, വരുന്നുണ്ട് 1 2 3. അപ്പം വാല്യൂ അവിടെ എൻ്റർ ചെയ്യുമ്പോൾ ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്. വളരെ എളുപ്പമല്ലേ. ആ ചെറിയൊരു കോഡ് മാത്രമാണ്. ആ ഒരു കോഡിനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക, നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയത് ഇത് ഇങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സ്ട്രിങ് ഡിഫൈൻ ഒരു പേരിൽ ഡിഫൈൻ ചെയ്യുന്നു. ആ പേരിൽ നമ്മൾ ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ അസൈൻ കൊടുക്കുന്നു. ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂവിൻ്റെ അസൈൻമെൻറ്റ് നമ്മൾ ഈ ഒരു സെൽ വാല്യൂയിലേക്ക് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, വേറെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇവിടത്തേക്ക് നേരെ ഇങ്ങോട്ടേക്ക് ഇപ്പം വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് മെയിനായിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ,
അപ്പോൾ ഇവിടെ ഓൾറെഡി വാല്യൂ വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് അടുത്ത എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് അടുത്ത നെയിമാണ്, നെയിം സെക്സ്. അപ്പോൾ ഈ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ നെയിം എത്തണം ഞാൻ ഓൾറെഡി ചില എക്സാമ്പിളിൽ പറഞ്ഞിരുന്നു. ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ഇൻഡെക്സും മാച്ച് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ എളുപ്പമാണ്, കാരണം എന്നാൽ നമുക്ക് ഓൾറെഡി ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞു. അതിനുശേഷം ഈ ടെക്സ്റ്റ് ബോക്സ് നമുക്ക് എന്ത് വണ്ടിക്കും കളിക്കാം, കാരണം ഇത് നേരെ എക്സലിലേക്ക് വന്നു കഴിഞ്ഞു. VB എന്ന് നേരെ എക്സലിലേക്ക് വന്നു കഴിഞ്ഞു നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഇൻഡെക്സും മാച്ചും എന്നുള്ള ഫംഗ്ഷൻ, ഈ രണ്ട് ഫംഗ്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡാറ്റ ചെയ്യാൻ സെർച്ച് ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഓൾറെഡി ഒരു ഡാറ്റ വന്നു. അപ്പോൾ ഈ ഒരു ഡാറ്റയും യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഡാറ്റയിലും വർക്കൗട്ട് ചെയ്യാം ഇൻഡെക്സും മാച്ച് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അത് ഞാൻ ഈക്വൽ ടു അടിച്ചിട്ട് ഇൻഡെക്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇൻഡെക്സ് എന്ന് ശരിക്കും പറഞ്ഞാൽ ഇൻഡെക്സിൻ്റെ ഉപയോഗം ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഇൻഡെക്സ് എടുക്കുക, എന്നിട്ട് ഏതാ നമ്മൾ ടേബിൾ അത് സെലക്ട് ചെയ്യണം. ഓക്കെ, ടേബിൾ എന്ന് പറഞ്ഞാൽ ടേബിളിൻ്റെ നമ്മളിപ്പം ടേബിൾ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ ഇവിടെ പേരല്ലേ വരുന്നുണ്ട്, നെയിമല്ലേ വരുന്നുണ്ട്, ബാക്കിയൊന്നും എല്ലാം വരുന്നുണ്ടല്ലോ, നെയിം മാത്രമല്ല വരുന്നുണ്ട്. അപ്പോൾ നെയിമിൻ്റെ നേരത്തിൽ പോയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഉണ്ടോ ഒരു ഏറോ വന്നിട്ടുണ്ടോ? അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എത്രാമത്തെ പേര് എന്നുള്ള രീതിയിൽ നമ്മൾ അതിന് കണ്ടെത്തേണ്ടത് അല്ലേ, എത്രാമത്തെ പേരിലേക്ക് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ എത്രാമത്തെ പേരിലേക്ക് എത്തേണ്ടത് നമ്മൾ എന്തിനാ ബേസ് ചെയ്തിട്ട് ID നമ്പർ ബേസ് ചെയ്തിട്ടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത മാച്ച് വെച്ചിട്ട് എന്നാ ചെയ്യേണ്ടത്, മാച്ച് വെച്ചോ. ഓക്കെ, കാരണം ഇതേ ഈ മോഡലൊരു എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞിരുന്നു ഈ ഒരു മോഡലിലുള്ള സാധനം, അതായത് ഇൻഡെക്സ് മാച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ മാച്ച് എന്ന് പറയുമ്പോൾ ലുക്കപ്പ് വാല്യൂ, നമുക്ക് ഏതാ വാല്യൂ ലുക്കപ്പ് ചെയ്യേണ്ടത്, ഏത് വാല്യൂ ലുക്കപ്പ് ഈ ഒരു ID നമ്പർ ബേസ് ചെയ്തിട്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഈ ID നമ്പർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് കോമ ഇട്ടിട്ട് അടുത്ത ലുക്കപ്പ് വാല്യൂ നമ്മൾ വെച്ചു. ഇനി ലുക്കപ്പ് എറേ ഏതാണ്, ലുക്കപ്പ് എറേ എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ടേബിൾ നമ്പറിലെ ID നമ്പർ അല്ലേ. അപ്പോൾ ഈ ID നമ്പറിന് ലുക്ക് ചെയ്തിട്ട് വേണം നോക്കാൻ വേണ്ടി നമ്മൾ. ഓക്കെ, ID നമ്പർ ലുക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം കോമ ഇട്ടിട്ട് മാച്ച് എക്സാക്ട് മാച്ച് ആണോ, എക്സാക്ട് മാച്ച് ആണെങ്കിൽ എക്സാക്ട് മാച്ച് കൊടുക്കാം. ഓക്കെ, വെറുതെ ക്ലോസ് ചെയ്താലും അത് എക്സാക്ട് മാച്ചിലേക്ക് പോകും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, 0 കൊടുക്കാം. ഓക്കെ, എക്സാക്ട് മാച്ച്, എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം കോളൻ നമ്പർ വയ്ക്കുന്നത് എനിക്ക് എത്രാമത്തെ കോളം അത് നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഓക്കെ, എന്നിട്ട് എൻ്റർ ചെയ്യാം. ഇവിടെ നിലവിൽ ഇപ്പോൾ നോട്ട് ആപ്ലിക്കബിൾ വരുന്നുണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റ നിലവിൽ വേറെ ഒന്നും എൻ്റർ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് 1 അടിച്ചു നോക്കാം. കാരണം 1 എന്ന് പറഞ്ഞാൽ സന്ധ്യ എന്ന് വരുന്നുണ്ട്, 2 3. ഓക്കെ, ഈ ഒരു രീതിയിൽ ഡാറ്റ വന്നല്ലോ. ഓക്കെ, ഇപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ. ഇപ്പോൾ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള സാധനം വന്നില്ല, അത് നമുക്ക് ജസ്റ്റ് കളയാൻ വേണ്ടി നമ്മൾ ഈ ഫെറർ ഉപയോഗിച്ചാൽ മതി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഫെററിനെ കൊണ്ട് ഉപയോഗം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഫെററിന് ഉപയോഗിക്കുന്നു. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള എററെല്ലാം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഈ ഫെററിന് ഉപയോഗിച്ചാൽ മതി, എന്നിട്ട് ജസ്റ്റ് ബ്ലാങ്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ എറർ അങ്ങ് പോകും. ഓക്കെ, ഇനിയിപ്പോൾ 1 ഇടുമ്പോൾ ഉണ്ടോ. ഓക്കെ, ഈ ഒരു രീതിയിൽ വരും ഡാറ്റ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇപ്പം കാര്യങ്ങൾ മനസ്സിലായില്ല എങ്ങനെ ചെയ്യേണ്ടതെന്ന്. കാരണം ഒന്നാമത്തെ കാര്യം കിട്ടി, അതായത് നെയിം കിട്ടി. അപ്പോൾ സെക്സ് എങ്ങനെ ചെയ്യേണ്ടത്, ലൊക്കേഷൻ, മാരിറ്റൽ സ്റ്റാറ്റസ്, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതേ രീതിയിൽ തന്നെ ഇതേ ഫോർമാറ്റിൽ തന്നെ അങ്ങ് ചെയ്തു പോകാം. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മളെല്ലാ ബാക്കിയുള്ള എല്ലാ സെൽ വാല്യൂ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്, നമ്മൾ ഫോർമുലാസ് എല്ലാം ടൈപ്പ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു സെർച്ചിൻ്റെ ഭാഗം കുറച്ചൊന്ന് വലുതാക്കുന്നു. ഇപ്പം ചെറുതായിട്ടുള്ള മറ്റേ വാല്യൂസ് എല്ലാം കുറച്ചും കൂടി സൈസ്, ഫോണ്ടിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുന്നു, ഒന്ന് ബോൾഡാക്കിയിട്ടെല്ലാം കൊടുത്ത് ഒന്ന് സ്റ്റൈലിഷ് ആക്കും. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാല്യൂയിലേക്ക് ജസ്റ്റ് നോക്കാം, ടൈപ്പ് ചെയ്ത് നോക്കാമല്ലോ. 1 2 3 4. ഓക്കെ, അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോട്ട് ആപ്ലിക്കബിൾ എന്ന് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ അത് ആദ്യം കൂടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. ഇനി 1 2 ഓക്കെ, ഡാറ്റ എല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പ്രിൻറ്റ് ബട്ടണിലേക്ക് പോവാം. അപ്പോൾ പ്രിൻറ്റ് ബട്ടൺ നേർക്ക് പോയിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്രിൻറ്റ് ബട്ടൻ്റെ നമ്മളെ കോഡിങ്ങിൻ്റെ സെക്ഷനിലേക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത് ചെറിയൊരു കോഡ് മാത്രമേ ഉള്ളൂ. റേഞ്ച്, അതായത് നമ്മൾ റേഞ്ച് സ്പെസിഫൈ ചെയ്യണം, ഏതാ റേഞ്ച് എന്ന്. നമുക്ക് എവിടുന്ന് മുതൽ എവിടുന്ന് വരെ പ്രിൻറ്റ് വേണ്ടത്. അപ്പോൾ റേഞ്ച് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് റേഞ്ച് അറിഞ്ഞിരിക്കണമല്ലോ.
ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു റേഞ്ച് നമുക്ക് ഇവിടെയല്ല പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പോർഷൻ മാത്രം ജസ്റ്റ് നോക്കുക, എടുത്തും വരിക വരുന്നത്. അതൊന്ന് നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത പോലെ തന്നെ അങ്ങ് നോട്ട് ചെയ്യുക. അതായത് E11 മുതൽ എത്ര വരെ വരണം നമ്മളെ പ്രിൻറ്റ്? ഇവിടുത്തെ വരെ അല്ലേ? ഇവിടുത്തെ വരുന്ന I12, E11 മുതൽ I12 വരെയുള്ള പ്രിൻ്റാണ് നമുക്ക് വരേണ്ടത് അല്ലേ? ഈ ഒരു സെക്ഷൻ മാത്രമേ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടൂ അല്ലേ? അപ്പം ആ ഒരു സെക്ഷൻ്റെ കാര്യം മാത്രം ജസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യാം. ആ ഒരു കാര്യം നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ആ ഒരു പോർഷൻ്റെ പേര് നോട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് റേഞ്ച് കൊടുക്കുന്നു. റേഞ്ച് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ചെറിയൊരു കോഡ് മാത്രമാണ്. എൻ്റെ കമാൻഡ് കൊടുക്കും. ഒന്ന് കമാൻഡ് പ്രിൻ്റ് ഔട്ട്. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യാൻ മതി. ഓക്കെ. അപ്പോൾ ഈ ഒരു റേഞ്ചിനെ പ്രിൻറ്റ് ചെയ്യുന്നു. അത്ര സിമ്പിളായിട്ടുള്ള കോഡാണ്. ഈ ഒരു റേഞ്ചിനെ പ്രിൻറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, എന്നിട്ട് സേവ് കൊടുക്കാം. എന്നിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ ഡിസൈൻ മോഡിൽ നിന്ന് ജസ്റ്റ് മാറുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് ജസ്റ്റ് പ്രിൻറ്റ് എന്ന് കൊടുക്കും, കമാൻഡ് ബട്ടൺ കൊടുക്കാം. അപ്പം കണ്ടോ പ്രിൻറ്റ് ബട്ടൺ വന്നിട്ടുണ്ട്. നമുക്ക് എൻ്റെ ഇപ്പം പ്രിൻ്റർ കണക്ട് ചെയ്ത് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പ്രിൻ്റർ കണക്ട് ചെയ്ത് പ്രിൻ്ററിലേക്ക് പോകും. അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ഞാനിപ്പോൾ PDF ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നോക്കാം. ഓക്കെ, സേവ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഓൾറെഡി PDF വന്നിട്ടുണ്ടോ? ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം PDF ആയിട്ട് വന്നിട്ടുണ്ട്. വലിയ ഡാറ്റയെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ പ്രിൻറ്റ് വന്നിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ഡാറ്റയും നമുക്ക് പേപ്പറിൽ പ്രിൻ്റ് എടുക്കാനും പറ്റും. ആവശ്യത്തിന് പേപ്പറിൽ പ്രിൻ്റ് എടുക്കാനും പറ്റും. ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.